വെൽക്കം ബാക്ക്. കുറേ നാളായി ഇങ്ങനെ ലോങ് വീഡിയോ കിട്ടിട്ട് ഒത്തിരി കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് 2 ആഴ്ച മുന്നേ എടുത്ത് ഈ വീഡിയോ ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിരുന്നത്. ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടായിരുന്ന ഒരു ദിവസത്തിന്റെയും എനിക്ക് ഏറ്റവും ബിസി ആയിരുന്ന ഒരു ദിവസത്തിന്റെയും വ്ലോഗാണത്. ഒരു ഓഫ് ഡേ ആയിരുന്നിട്ടും രാവിലെ എഴുന്നിട്ട് ഞാൻ ഈ പോകുന്നത് എന്റെ ഒരു ഫിസിയോതെറാപ്പി അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു. വീഡിയോയിൽ വോയിസ് അത്ര ക്ലിയർ അല്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാനിവിടെ എത്തി. 9 മണിക്കായിരുന്നു അപ്പോയിന്റ്മെന്റ്. കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ കറക്റ്റ് സമയത്തിന് രാവിലെ ഒന്നും കഴിക്കാതിരുന്നോണ്ട് ഇറങ്ങിയപ്പോ തൊട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു. ഇനി എനിക്ക് ബാങ്കിൽ പോകണം. കുറച്ച് സാധനങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അഡ്രസ്സൊക്കെ മാറ്റാനുണ്ട്, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അടുത്താണ്, ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോവാം. ഞാൻ നിൽക്കുന്ന ഒരു കുഞ്ഞു ടൗണിലായതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഒരു 5-10 മിനിറ്റിനുള്ളിൽ എത്തും. രാവിലെ തന്നെ ആയിരുന്നുകൊണ്ട് ബാങ്കിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പോയ പരിപാടി പെട്ടെന്ന് തീർത്തിട്ട് ഇറങ്ങാൻ പറ്റി. പിന്നെ ഇത് നമ്മുടെ ഷോപ്പേഴ്സ് മോളിന്റെ അകത്താണ്. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ വാങ്ങാനുണ്ട്. അയ്യോ, എൻ്റെ ബാങ്കിലെ പരിപാടി കഴിഞ്ഞു. ഇതിൽ കുറച്ച് ഡോക്യുമെന്റ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കൊണ്ട് കാറിൽ സേഫായിട്ട് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കടയിലേക്കൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയാം. ആദ്യം വാഷ്റൂമിൽ പോകണം, പിന്നെ എന്തെങ്കിലും കഴിക്കണം. ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് അപ്പോയിൻമെൻറ്റിന് പോയത്. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു ഫയർ ഉണ്ടായിരുന്നു. കുറച്ച് ബിൽഡിങ്ങുകൾക്കട്ട തീ പിടിക്കുക എന്തൊക്കെയോ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് കുറേ എണ്ണമൊക്കെ മെയിൻ്റനൻസ് ഇങ്ങനെ പടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഡോൾറാമ അടച്ചേക്കുവാണ്. ഡോൾറാമ മുഴുവനായിട്ട് അടച്ചു. ഇത് ഞാൻ ഇന്നാണ് കാണുന്നത്. ഞാൻ കുറേ നാളെ തീരാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നത്. നോക്കിയപ്പോൾ എല്ലാ കടകളിലും ഭയങ്കര സെയിലൊക്കെ നടക്കുന്നുണ്ട്. കുറേ നാളെ ഞാൻ തന്നെ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് അവിടെ നിന്ന് നേരെ ഫുഡ് കോർട്ടിലേക്ക്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാൻ നേരെ ടിമ്മിലേക്ക് തന്നെയാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ടിമ്മിൽ നിന്ന് കോഫിയും ഫാമസ് റാപ്പാണ് വാങ്ങുന്നത്. എനിക്ക് കോഫി കിട്ടി. ആ റാപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഭയങ്കര ചൂടായിരുന്നു അകത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ ഊരി. എനിക്ക് തൊണ്ടയിൽ ചെറിയ കിച്ചുകിച്ചൊക്കെ വരുന്നുണ്ട്. ചുമ വരാനാണോ എന്ന് എനിക്കറിയില്ല. ഇനി കുറച്ച് കടകളിലേക്കൊക്കെ ചുമ്മാ കയറി നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ ഫുള്ള് സെയിലാണ്. ഞാൻ ഏത് കടയിൽ നോക്കിയാലും എല്ലായിടത്തും ക്ലിയറൻസും പിന്നെ സെയിലുമാണ് കാണുന്നത്. ടിം നമ്മളെവിടെ പോയാലും ടിമ്മാണ് വിളിക്കുക. ഫാർമേഴ്സ് റാപ്പാണ്. സമയം 11 മണിയായി. അതായത് അരമണിക്കൂറായി ഞാനിവിടെ ഇരിക്കുന്നു. കറക്റ്റ് അരമണിക്കൂർ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാനിങ്ങനെ ഷോപ്പേഴ്സ് മോളിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാനില്ല എന്നുണ്ടെങ്കിലും ഒരറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ ഒന്ന് നടന്നിട്ട് വരിക എന്നുള്ളത് നിർബന്ധമാണ്. ഇതുപോലെ വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. പുതിയ സെയിൽ എന്തെങ്കിലും ഉണ്ടോ, ക്ലിയറൻസ് ഉണ്ടോ എന്നൊക്കെ അറിയണം. ഇനിയിപ്പോൾ അങ്ങനെ ക്ലിയറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാ സാധനങ്ങളും അങ്ങനെ വാരിക്കൂട്ടാനൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ ഒരു രസം. ഞാൻ യൂഷ്വലി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലൂ നോട്ട്സിൽ നിന്ന് മാഡിയിൽ നിന്നൊക്കെയാണ് വാങ്ങാറ്. അവിടെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സെയിലും ഉണ്ടാവും. ഇന്ന് ചെന്നപ്പോൾ $40-45 സാധനമൊക്കെ $9-10 കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജീൻസിനും ടീഷർട്സിനും എല്ലാത്തിനും ഓഫേഴ്സ്. ഈ കിടക്കുന്ന ജാക്കറ്റിനൊക്കെ ശരിക്കും $50-60 ഇപ്പൊ $20 വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു ബ്ലാക്ക് ജീൻസ് കിട്ടിയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാത്രമില്ല, ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട്. നല്ല ഓഫറിന് കിടന്ന് കുറച്ച് പാൻസും ടീഷർട്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ ട്രയൽ റൂമിൽ കയറി. ഇതിനൊക്കെ $9-10 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഓഫേഴ്സാണ്. ഞാൻ 2 വാങ്ങി. ആ ഒരു ഗ്രേ പാൻറ്റും പിന്നെ ആ ഒരു സ്നൂപ്പിയുടെ ടീഷർട്ടും മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ എല്ലാ കടകളിലും സെയിൽ നടക്കും. അതും മിക്ക കടകളും അടച്ചു പൂട്ടാനായിട്ടാണ് ഈ സെയിൽസും ക്ലിയറൻസ് ഒക്കെ ഇട്ടേക്കുന്നത്. കാര്യം സെയിൽ എന്നൊക്കെ പറഞ്ഞാലും മിക്ക സ്റ്റോറുകളിലും തന്നെ ഓരോ ഡ്രസ്സിനും ടോപ്പിനൊക്കെ വല്ല $200-300 ഒക്കെ അവരിട്ടിട്ട് അതിന്റെ 50% ഓഫർ, 80% ഓഫർ എന്നൊക്കെ പറഞ്ഞ് അത് $100 ഇടും. നിങ്ങളുടെയൊക്കെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഈ $100 ഒരു ടോപ്പും ഡ്രസ്സൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സത്യത്തിൽ അവിടെ ഞാനൊന്നും വാങ്ങിയില്ല. ഞാൻ തിരിച്ച് വണ്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. വണ്ടി അങ്ങ് ദൂരെയായി. ഞാൻ അവിടെ വരെ ഇനി നടന്നെത്തിയിട്ട് വേണം. സത്യത്തിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ കടകളും സ്റ്റോർ ക്ലോസിങ് എന്നാണ് കാണിക്കണത്. അത് ജസ്റ്റ് ലൈക്ക് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യുന്നതല്ല. സാധനങ്ങൾ മുഴുവൻ വിറ്റ് കളഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം. ഡോൾറാമ അടച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ വേറൊരു ഡോൾറാമ ഉണ്ട് തൊട്ടടുത്ത് തന്നെ, ഗ്രീൻ സ്ട്രീറ്റിൽ തന്നെ. അപ്പോൾ ഞാൻ ആ ഡോൾറാമിലേക്ക് പോവാണ്. എനിക്ക് ഡോൾറാമിൽ നിന്ന് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ബ്ലൂ നോട്ട്സിൻ്റെ സാധനം മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മളെത്തിപ്പോയി. ഞാൻ ബാഗൊന്നും എടുത്തില്ല. എനിക്ക് മോളിൽ കൂടെ നടന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാഗും സാധനങ്ങളൊക്കെ ചുമന്നിട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം ഞാൻ ബാഗൊന്നും എടുത്തില്ല. ജസ്റ്റ് കയ്യെ വീശിയാണ് വരുന്നത്. ആണെങ്കിൽ നമുക്കൊരു കാർട്ട് എടുക്കാം.
ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡോളറാമയിലാണെന്നുണ്ടെങ്കിലും ഒരറ്റം തൊട്ട് അങ്ങറ്റം വരെ ഒന്ന് കയറി ഇറങ്ങി വരിക എന്നുള്ളതൊരു ചടങ്ങാണ്. പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നത് ഡോളർ ട്രീയിലും ഡോളറാമയിലൊക്കെയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും $5 താഴെയാണ്. വാലന്റൈൻസ് ഡേയും ഈസ്റ്റർ ഒക്കെ വരുമായിരുന്നോണ്ട് അവർ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യായിരുന്നു. കാണാൻ നല്ല അടിപൊളിയാണ്, കളർഫുൾ ആണ്. ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ വാൾമാർട്ടിൽ നിന്ന് സൂപ്പർ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ 9, 10, 15 അങ്ങനെയൊക്കെ പല പല റേറ്റിലേക്കായിരിക്കും പോവുക. ഇവിടെ പക്ഷേ എല്ലാത്തിനും ഈ പറയുന്ന $5 താഴെയുള്ളൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളോട്ട് കിട്ടുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞു. നമ്മളിനി നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ എന്താ വാങ്ങിയെന്ന് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഡോളറാമേന്ന്. ഞാൻ എൻ്റെ ക്രാഫ്റ്റിന് കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. അപ്പം ഇന്ന് ഓഫായതുകൊണ്ട് വീട്ടിലിരുന്ന് കുറച്ച് ക്രാഫ്റ്റും പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ശരി, നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഞാൻ വീടെത്തി. എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒന്നും ഇതുവരെ എടുത്ത് വെച്ചിട്ടില്ല. ഇതെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇത്രയും ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. ഭയങ്കര എംറ്റി ആയ മാതിരി തോന്നും. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് മാംഗോ ജ്യൂസ് ഒക്കെ എടുത്തിട്ട് വന്നു. കുടിച്ച് ഏകദേശം തീരാറായി. രാവിലെ തന്നെ ഇങ്ങനെ അലച്ചില്ല, എനിക്ക് ശീലമില്ലല്ലോ. ഞാനാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി എനിക്ക് ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ രാവിലെ ഒരു 10 മണി 11 മണി ചിലപ്പോൾ 12 മണി തലേദിവസം വൈകിയാണ് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിയൊക്കെ വരെ ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ട് രാവിലെ. അപ്പോൾ ഇന്നിപ്പം പ്രൊഡക്റ്റീവായിട്ടൊരു ദിവസമായിരുന്നു. രാവിലെ 12:30 ആയപ്പോഴത്തേക്കും 12:30 കഴിഞ്ഞൊരു സമയം 12:30 ആയപ്പോഴത്തേക്കും ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തു എന്നൊരു ഫീലാണ് എനിക്കുള്ളത്. യൂഷ്വലി എല്ലാ ദിവസവും ജോലിക്ക് പോയി വരുന്നു, അതല്ലാതെ രാവിലെ ഓഫ് ഡേയിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. അപ്പോൾ ഇന്നെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അവന് നാളെ മുതൽ നേരത്തെ എഴുന്നേറ്റിട്ട് പറച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ നേരത്തെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ എന്താ, ഞാൻ യൂഷ്വലി ഓഫ് ഡേ ഉള്ളപ്പോഴാണ് ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്തിട്ട് വെക്കാറ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഞാനൊരു ഫേസ് പാക്ക് ഇടണം, പിന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കണം, അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഞാനിവിടെ ഇരുന്നിട്ട് കുറച്ച് ക്രാഫ്റ്റും പരിപാടികളൊക്കെ ചെയ്യുകയായിരുന്നു ഗായ്സ്. ഞാൻ കാണിച്ചു തരട്ടെ ഞാൻ എന്താ ചെയ്തതെന്ന്. ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു റോസാപ്പൂവാണ്. അതിൻ്റെ പല പല സൈസിൽ പല പല നിറത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. ഇത് താമര പോലെയൊക്കെ ഉണ്ട്, പക്ഷെ താമരയല്ല, റോസാപ്പൂവാണ്. ഇപ്പം എങ്ങനെയുണ്ട്? പിന്നെ താണ്ടത് ഇത്, അതും ഇച്ചിരി ഓവറായിപ്പോയി. എനിക്ക് സത്യത്തിൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ ഞാൻ അതുകൊണ്ട് 3 എണ്ണം ഉണ്ടാക്കി. ഇതെല്ലാം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? ഞാനിത് എന്താ ചെയ്യണമെന്ന് അറിയോ? എനിക്ക് നീണ്ട സ്റ്റിക്സ് മേടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വെക്കണം. ഹോട്ട് ഗ്ലൂ ഗൺ ഞാൻ പോയി ഇത് കുത്തിയിട്ട് വരാം. സമയം 2 മണിയാവാൻ പോകുന്നു. ഇതിപ്പോൾ ഞാൻ തറയിലേക്ക് മാറ്റി, കാരണം എനിക്ക് ഹോട്ട് ഗ്ലൂ ഗൺ ഇവിടെ ഇരുന്നാലാണ് എത്തുള്ളൂ. ഇത് കണ്ടാ ഞാൻ കാണിച്ചു തരാം. അയ്യോ, അത് പശയാണ് വന്നത് ഈ സ്റ്റിക്ക് വഴി. ഗൈസ്, ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അവിടെ വന്ന് ഒന്നും അറിയാത്ത മാതിരി ഞാൻ ഇവരെ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഉണ്ടാപ്രി ടക്കയുടെ 4 ഇരട്ടി വലിപ്പമുണ്ട്. ഹലോ ഗായ്സ്. അവർ വിളിച്ചിട്ട് ഇപ്പം ഫോൺ വെച്ചേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ഈ സാധനം മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ വളരെ എളുപ്പത്തിന് മാഗി നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. കൂടെ ഞാൻ ഗ്രേസ് അനാട്ടമി ജസ്റ്റ് കണ്ടു തുടങ്ങിയുള്ളൂ. ഇനി എൻ്റെ ഇന്നത്തെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണ്ടറി ഇടുക എന്നുള്ളതാണ്. എൻ്റെ എല്ലാ സാധനങ്ങളും സോർട്ട് ചെയ്തതിനോ വൈറ്റ് ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പം അത്യാവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ലോണ്ടറി ഇടാനായിട്ട് പോകണം. എനിക്കിവിടെ താഴെ ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ താഴത്തെ ഫ്ലോറിലാണ് ലോണ്ടറി ഉള്ളത്. ലൂണീസാണ് നമുക്ക് വേണ്ടത്. $1 കോയിൻ, അങ്ങനെ 2 കോയിനാണ് അലക്കാൻ വേണ്ടത്. ഇത്രയും തുണിയാണെന്ന് എനിക്ക് അലക്കാനുള്ളത്. അപ്പം നമുക്ക് തുണിയും കോയിൻസ് മാത്രം പോരാ, ഡിറ്റർജൻറ്റ് കൂടെ വേണം കഴുകാനായിട്ട്. അപ്പം എനിക്ക് കൈ ഫ്രീ ഇല്ല, അതുകൊണ്ട് ഞാൻ താഴെ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇതാണ് നമ്മൾ ലോണ്ടറി ഇടുന്ന സ്ഥലം. വളരെ പഴയ സാധനമാണ്, പക്ഷേ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിലെ ഒരു 10-12 അപ്പാർട്ട്മെന്റുകൾക്ക് കൂടിയിട്ട് ഈ ഒരൊറ്റ ലോണ്ടറി റൂമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ടൈമിലും ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ എല്ലാവർക്കും തന്നെ അറിഞ്ഞ പരിപാടി ആയിരിക്കും, എന്നാലും ഞാൻ ചുമ്മാ കാണിക്കുന്നു എന്നേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. 2 കോയിൻസ് നമ്മൾ അവിടെ ഇടുന്നു.
അപ്പോൾ അത് കഴിഞ്ഞു. ആ താഴത്തെ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത്. എൻ്റെ കൈ ഫ്രീ ആയതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ കൊണ്ടുവരാൻ തിരിച്ച്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഒരു 37 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പോയിട്ട് ഞാൻ പോകുമ്പോൾ ടൈമർ വയ്ക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മളത് പോയി എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഡ്രയറിലേക്ക് എടുത്തിടും. സിമ്പിൾ. ഞാൻ ഇപ്പം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിൽ, നാട്ടിലെ ക്ലീഷേ സാധനം നീലി ഭൃങ്കാതി കോക്കനട്ട് ഓയിൽ. ഇത്രേ ബാക്കിയുള്ളൂ. ഇനി ഇത് മാത്രം തന്നെ ഒരു പെട്ടിയോടെ, ഐ മീൻ ഒരു ബോക്സോടെ നമുക്ക് ബാക്കിയുണ്ട്. തിരിച്ച് പഴയ പോലെ ചുരുണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പം ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ നമ്മൾ എണ്ണ തേച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് താഴെ പോയി ഡ്രസ്സ് എടുക്കാറാവും. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമോ? ഞാനൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിൽ നമ്മൾ റെഡിയാക്കുന്ന ഫേസ് മാസ്ക്. ഇന്ന് ഞാൻ കോഫി വെച്ചിട്ടാണ്, കോഫിയും ഷുഗറും ഹണിയും കൂടിയുള്ള ഫേസ് മാസ്ക്, ലൈക്ക് സ്ക്രബ് പോലൊരു ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഞാനത് ഷോർട്സ് ആയിട്ടൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചിലപ്പം ആദ്യം ഷോർട്സ് എടുത്തിട്ട് ലൈക്ക് അതായിരിക്കും ഈ ലോങ് വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഷോർട്സ്. കുറച്ച് കോഫി പൗഡർ, പിന്നെ കുറച്ച് പഞ്ചസാരയും എടുത്ത് അതിന്റെ കൂടെ കുറച്ച് ഹണിയോട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. 5 മിനിറ്റ് പോലും വേണ്ട ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മാസ്ക് ഉണ്ടാക്കി ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ താഴെ ലോണ്ട്രി ഇട്ടത് ഡ്രയറിലേക്ക് മാറ്റാറായി. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അത് പോയി മാറ്റിയിട്ട് വരാം. ഞാൻ 2 കോയിൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് താഴെ പോയിട്ട് വരാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഇത് ഭയങ്കര പഴയ ഒരു മെഷീനാണ്. ഇൻസർട്ട് കോയിൻ എന്നിട്ട് നമ്മൾ ഒരെണ്ണം ഇടുന്നു. അപ്പം അത് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ്. എനിക്ക് എല്ലാ ഫേസ് മാസ്കുകളും ഇങ്ങനെ കട്ടിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ അത് അവിടെ പിടിച്ചിരുന്നോളും. അപ്പം ഞാനതിപ്പോൾ നിലവിലിടാൻ പോവാണ്. ഇതാ നമ്മൾ ആദ്യം കണ്ട ഷോർട്സിന്റെ ബാക്കി. ഇനിയാണ് ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ്. ഇത് മുഖത്തേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഞാൻ ഈ സാധനം ഇനി ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് അത് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് കാണാം നമുക്ക്. ഇടയ്ക്കൊക്കെ ഇതുപോലെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്ത് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യാന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സമയം 5:45 കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ വിജയിച്ചിട്ട് അടുത്തൊന്ന് പോകണം. ഞാൻ പുറത്തു പോകാനായിട്ട് പ്ലാൻ ഉണ്ട്. അതാണ് ഞാൻ കണ്ണെഴുതിയത് കേട്ടോ. ഞാൻ എപ്പോൾ മുകളിൽ പോയാലും അവിടെ കത്തിയടിച്ച് കുറേ നേരം ഇരിക്കും. ബൈ. എനിക്കൊരു ഇത്തിരി ഗ്രോസറി ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ വണ്ടി എടുത്ത് സൂപ്പർ സ്റ്റോറിലേക്ക് ഇറങ്ങി. രാവിലത്തെ അത്ര തണുപ്പ് വൈകിട്ടില്ല ഗൈസ്. വലിയ കുഴപ്പമൊന്നുമില്ല. കാറ്റുണ്ട്, അതാണ് മെയിൻ പ്രശ്നം. അപ്പം നമ്മൾ പെട്ടെന്ന് ഷോപ്പിംഗ് നടത്തുന്നു, പെട്ടെന്ന് തിരിച്ചു പോകുന്നു. നമ്മളിപ്പോൾ എവിടെയാണ്? ഇവിടെ സൂപ്പർ സ്റ്റോറിൽ ഇൻ്റർനാഷണൽ ഫുഡ് കിട്ടുന്ന അയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ 50-50 എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പാർലേജി നാട്ടിൽ കിട്ടണ ഒരുമാതിരിപ്പെട്ട എല്ലാ ബിസ്ക്കറ്റുകളും സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ചായ, കാപ്പി എല്ലാം കിട്ടും. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗുഡ് ഡേയുടെ സാധനങ്ങൾ 50-50 ആണ് ഞാനിപ്പോൾ എടുത്തത്. നമ്മുടെ നാട്ടിൽ ഫ്രൂട്ടിയൊക്കെ കിട്ടും. അങ്ങനെ എല്ലാ സാധനങ്ങളും. ഞാനിപ്പോൾ നിലവിൽ ഇതായിട്ട് ഞാൻ എപ്പോഴും പാർലേജി എടുക്കാറ്. പക്ഷെ ഇന്ന് ഞാനൊരു ചേഞ്ചിന് 50-50 എടുത്ത് നോക്കി. അച്ചാറുകളെല്ലാം മദേഴ്സ് പിക്കിളാണ് അതെല്ലാം. അതുകൊട്ടെ ഇവിടെ റെഡി ടു ഈറ്റ് സാധനങ്ങളിരിക്കുകയാണ്. അതായത് ഇത് നമ്മൾ കുക്ക് ചെയ്യുക പോലും വേണ്ട, നേരെ പോയി ചൂടാക്കി കഴിക്കാം നമുക്ക്. അപ്പം ഇതൊക്കെയാണോ നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്ന സാധനങ്ങൾ. കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതിനകത്തേക്ക് എടുത്ത് വെക്കണം. അതും കഴിഞ്ഞ് നേരെ എങ്ങോട്ടാ പോയെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ 2 കയറി തല കാണിച്ച് പിള്ളേരെല്ലാരും കണ്ടിട്ട് പോയാലേ ഒരിതുള്ളൂ. പിന്നെ ഒരാഴ്ചത്തെ ജോലിയിലെ വിശേഷവും വീട്ടിലെ വിശേഷവും ബാക്കിയുള്ള ന്യൂസുകളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കും. ചിപ്പി ചേച്ചി എന്ത് ചെയ്യുന്നു? ചിപ്പി ചേച്ചിയുടെ സ്പെഷ്യൽ മീൻകറി. അപ്പുറത്ത് കൊച്ചും ബേബിച്ചനും ഉറങ്ങായിരുന്നോണ്ട് അവരിന്ന് മിസ്സായി. മീൻകറിയും മീൻ വറുത്തതും ചോറും, അതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. ബേബി എന്റെ ദക്ഷ ബേബി എനിക്ക് വരച്ചു തന്ന നിങ്ങൾ കണ്ടോ? പടം വരച്ചു തന്നത് എന്റെ കൊച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഇത് ബേബി ബൈ. ഓക്കെ. പോരുന്ന വഴി ഒരു 3-4 മാനിനെയൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ ബൈ.